പെട്ടെന്ന് പ്രതീക്ഷിക്കാതൊരു മഴ അങ്ങ് പെയ്തപ്പോൾ ആകെ ഒരു ഷോക്കായി പോയിട്ടോ. അപ്പോൾ ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും റമലാൻ മുബാറക്. അപ്പോൾ ഇത് റമലാൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഫസ്റ്റ് നോമ്പിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ച് റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. അപ്പോൾ ഞാൻ തലേ ദിവസം വൈകുന്നേരം മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. മുറ്റത്ത് ഇങ്ങനെ ഇല വീഴും. ഇപ്പൊ ഇല പൊഴിയുന്ന സമയമാണ്, ഏകദേശം ഇങ്ങനെ പൊഴിഞ്ഞ് കഴിയാറായിട്ടുണ്ട്. അപ്പൊ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ അടിച്ച് കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോഴേക്കും പിന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ഇല. അപ്പൊ നമ്മൾ അടുക്കള ഭാഗത്തുള്ള കാഴ്ചയാണ് കേട്ടോ. അത് ഒരു മാവുണ്ട്, അതുപോലെ തന്നെ പേരയിലുണ്ട്. അപ്പൊ ഏകദേശം ഇലയൊക്കെ പുതിയ ഇല വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ മുറ്റടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചെറിയ ഒരു ഇടിയും അതുപോലെ തന്നെ തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ ഒരു മഴക്കോളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ മഴന്റെ സമയമൊന്നുമല്ല, നല്ല ചൂട് തുടങ്ങിയൊരു സമയമാണല്ലോ. അപ്പൊ പെട്ടെന്ന് എന്താ എങ്ങനെയെന്ന് വിചാരിച്ചപ്പോഴേക്കും മഴ അതങ്ങനെ പെട്ടെന്ന് അങ്ങ് പെയ്തിട്ടോ. അതിൽ ഞാൻ പിന്നെ ചൂലക്കാട് വെച്ചിട്ട് ഓടി സിറ്റ് ഔട്ടിലേക്ക് കയറി. അങ്ങനെ കയറിയപ്പോഴേക്കും ഏകദേശം മഴ ഇങ്ങനെ വീഴൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിട്ടേ ഉള്ളായിരുന്നു, റമലാനൊക്കെ തുടങ്ങുകയാണല്ലോ, നല്ല ചൂടാണല്ലോ എന്നൊക്കെ. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് എല്ലാ റമലാനിലും നമുക്ക് ആ ഒരു ചൂട് വല്ലാതെ അറിയലൊന്നുമില്ല കേട്ടോ. നമ്മളങ്ങനെ വലിയ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഇന്നും പെട്ടെന്നൊരു മഴയൊക്കെ അങ്ങ് പെയ്തിട്ടോ. അപ്പൊ ഞാൻ സിറ്റ് ഔട്ടിൽ അവിടെ കയറി ണ്ടായിരുന്നു. കുറച്ച് സമയം മഴയൊക്കെ നോക്കി അവിടെ ഇരുന്നപ്പോഴേക്കും ഉള്ളിൽ നിന്ന് മഴന്റെ സൗണ്ട് കേട്ടിട്ട് ഒരാള് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നും ആൾക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ വന്നിട്ട് ചോദിക്കാണ്, കുട എടുത്തു തരുമോ, കുറച്ച് മഴയത്ത് കളിക്കട്ടെ എന്നാട്ടോ ചോദിച്ചത്. എപ്പം മഴ പെയ്താലും അങ്ങനെയാണ് കേട്ടോ, കുട എടുത്തു കൊടുക്കാൻ പറയുന്നിട്ട് ആ മഴയത്തുനിന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ പൊതുവെ മഴയത്ത് അങ്ങനെ ഇറക്കാറില്ല കേട്ടോ. അപ്പൊ ഇന്ന് ഏതായാലും ചെറിയൊരു മഴയല്ലേ, അപ്പൊ ഞാനും അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ കുടയൊക്കെ എടുത്തു കൊടുത്തപ്പോൾ ആള് നല്ല ഹാപ്പി ആയിട്ടോ. അപ്പൊ മുറ്റത്ത് ഇറങ്ങിയിട്ട് നല്ല പാട്ടൊക്കെ പാടിയിട്ട് മഴപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ അവിടെ കുടയോണ്ട് ഇങ്ങനെ കറക്കി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ മഴ ഏകദേശം കുറച്ച് ശക്തിയായിട്ട് തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ അങ്ങനെ പെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ മുകളിൽ കുറച്ച് ഭാഗത്ത് കുറച്ച് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഷീറ്റിൽ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ വീഴുന്ന സൗണ്ട് കേൾക്കാൻ ഭയങ്കര ശക്തിയിൽ ഇങ്ങനെ കേൾക്കും കേട്ടോ. അപ്പോൾ അത് നല്ല രസമാട്ടോ അങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ അതൊക്കെ കേട്ട മഴയെ ആസ്വദിച്ച് കുറച്ച് സമയം സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരുന്ന്. പിന്നെ നമ്മൾ അന്ന് പുലർച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ. അന്ന് നമ്മൾ നോമ്പ് നോൽക്കാൻ വേണ്ടി എണീറ്റതാണ്. അപ്പോൾ കുറച്ച് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ബ്രെഡും ചായയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നോമ്പൊക്കെ നോറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസം റമദാൻ 1 അന്ന് രാവിലത്തെ വിശേഷമാണ്. അത് നമുക്ക് കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിവിടെ മഹലിൽ എല്ലാ വർഷവും പതിവായിട്ട് ഇങ്ങനെ നമ്മളെ മഹലിൽ നിന്ന് ഇങ്ങനെ തരുന്നതാണ് കേട്ടോ. പള്ളി കമ്മിറ്റിയിൽ നിന്ന് അത് എല്ലാ വീട്ടിലും നമ്മൾ 10-600 വീടിൻ്റെ എല്ലാ വീട്ടിലേക്കും എത്രയോ വർഷങ്ങളായിട്ടുള്ള പതിവാണ് കേട്ടോ. ഇങ്ങനെ ഇറച്ചി കിട്ടും. അപ്പൊ അത് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു കാര്യമാണല്ലോ. എല്ലാവർക്കും ഇപ്പൊ ഒരുപോലെ അങ്ങനെയല്ല വാങ്ങാനും ആവാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിങ്ങനെ ഫസ്റ്റ് റമലാൻ ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം ഞാനതിങ്ങനെ കിട്ടിയപാടെ മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഏതായാലും ഞാൻ കറിയൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച്, കറി ഉണ്ടാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞാൻ കുറച്ച് നെയ്പ്പത്തലും അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞിപ്പത്തിരിയും കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ സാധാരണ ഓവറായിട്ട് അങ്ങനെ എല്ലാ നോമ്പിനും പൊരികളൊന്നും ഒന്നും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടാക്കും. ചില ദിവസമൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാക്കും. അല്ലാതെ ഒരു ആർഭാടായിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ. നമ്മൾ റമദാനിൽ കാര്യമായിട്ട് നോമ്പെടുക്കാനുള്ള ഉദ്ദേശം നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാനും ഒക്കെ ഉള്ള സമയമാണല്ലോ. കാര്യമായിട്ട് ഫുഡിനല്ലല്ലോ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കേണ്ടി. അപ്പൊ ഇന്ന് ഫസ്റ്റ് നോമ്പായം കൊണ്ടാട്ടോ ഇപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ എന്താ ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കട്ടിംഗ് ബോർഡ് ആയി പോയത് കൊണ്ട് കൈകൊണ്ട് തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ കറി വെക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. എന്താ വെച്ചാൽ ഇന്ന് തന്നെ ഇപ്പം കിട്ടിയ ഫ്രഷ് ആയിട്ടുള്ള ബീഫാണല്ലോ. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകിയ ഇറച്ചി അതിലേക്ക് ഇട്ടിട്ട് പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഞാനൊരു മസാലക്കൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ ആ മസാലപ്പൊടി ഇടുകയാണെങ്കിൽ പിന്നെ എക്സ്ട്രാ വേറെ പൊടി വേണ്ട ആവശ്യമില്ല. ഞാനെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജീരകവും അതുപോലെ മസാലകളും പൊടികളെല്ലാം
എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു കൂട്ടാണ് കേട്ടോ. അപ്പോൾ ആ പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വെക്കാട്ടോ. അപ്പോൾ ഏകദേശം 6 വിസിലടിക്കുമ്പോഴത്തേനും ഇറച്ചി വേവും കേട്ടോ. അപ്പോൾ അത് ആ കറി ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുഞ്ഞിപ്പത്തലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലും കറിയും കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞിപ്പത്തലൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മൾ നെയ്പ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂടരി, അതായത് പുഴുങ്ങലരിയില്ലേ, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുങ്ങലരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത്, നന്നായിട്ട് പേസ്റ്റ് പോലെ അരിയണമെന്നില്ല, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഉപ്പും അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു കയ്യിലിങ്ങനെ ഒട്ടിയോണ്ട് നിൽക്കും, കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ നമ്മളിങ്ങനെ കുഴക്കുമ്പോൾ. അപ്പോൾ പിന്നെ അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു കവർ വെച്ചോ അല്ലെങ്കിൽ വാഴയിലോ വെച്ചിട്ട് പരത്തി ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കലാട്ടോ. അപ്പം അത് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓരോന്നോരോന്നായി ചുട്ടെടുക്കുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. അങ്ങനെ അതാ ഏകദേശം വൈകുന്നേരം നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി സമയമായിട്ടുണ്ട്. എല്ലാം ഞാൻ ടേബിളിൽ കൊണ്ടുപോയി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറക്കാൻ വാങ്ങ് കൊടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ എല്ലാ സാധനങ്ങളും അവിടെ സെറ്റാക്കി വെക്കും. അപ്പോൾ പിന്നെ തത്രപ്പാടിൽ ആ ഒരു വെപ്രാളത്തിലെല്ലാം കൂടെ എടുത്ത് ഓടണ്ട. അപ്പം ഞാനെല്ലാം സെറ്റാക്കിയാൽ പിന്നെ കുറച്ച് സമയം നമുക്കൊന്ന് ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കാമല്ലോ. ഞാൻ ഉച്ചക്ക് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് കയറാൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു അരമണിക്കൂർ മുന്നായിട്ട് എല്ലാം ഫുഡുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഫ്രീ ആവും. പിന്നെ ഒരു 10 മിനിറ്റ് മുന്നേ അതുപോലെ അങ്ങനെ എടുത്ത് സെറ്റാക്കി വെക്കും. അപ്പൊ ഇന്ന് ഇളന്നി ജ്യൂസും അതുപോലെ തന്നെ വീട്ടിൽ പഴുത്ത പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പറിക്കാൻ. അപ്പൊ അത് പറിച്ചപ്പോൾ ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, പേരക്ക ജ്യൂസ് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് ഓർത്തിട്ട് പേരക്ക എടുത്തിട്ട് അതും ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നേ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും ഇതൊന്നും എവിടെ എത്തൂല, കുറച്ചായിപ്പോയോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. എല്ലാം കഴിക്കണതൊന്നും മതിയാവില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കാര്യം പറഞ്ഞാൽ നമ്മളാ പിന്നെ ജ്യൂസും വെള്ളവും കുടിക്കുമ്പോൾ തന്നെ നമ്മളെ വയർ ഫുള്ളാവും കേട്ടോ. പിന്നെ കാര്യമായിട്ട് ഭക്ഷണമൊന്നും വേണം തന്നെയല്ല. അപ്പം അങ്ങനെ അതിൻ്റെ മുന്നേ നമുക്ക് അതൊന്നും തികയൂല എന്ന് തോന്നും. അപ്പോഴേക്കും ഇതാ ടേബിളിന് ചുറ്റും എല്ലാവരും വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നോമ്പെടുത്തിട്ട് അങ്ങേറ്റം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളോട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം കുഴപ്പമൊന്നുമില്ല, നാളെ നോൽക്കുന്നൊക്കെ കേട്ടോ പറയുന്നത്. അപ്പം അതാ ഇന്നും ഉണ്ട് അപ്പുറത്ത്, അവളോടും ചോദിക്കാൻ പറയാട്ടോ. അവളതിൽ നോമ്പൊക്കെ നോറ്റി ഇരിക്കുമ്പോഴാണ് കേട്ടോ എല്ലാവരെയും കാണാൻ തിരക്കിലാട്ടോ അവളിരിക്കുന്നത്. അങ്ങനെ അതാ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ബാങ്കൊക്കെ കൊടുത്തു. നമ്മളിതാ നോമ്പ് തുറക്കാണ് കേട്ടോ. കാരൊക്കെ കഴിച്ച് നോമ്പൊക്കെ തുറന്നു. പിന്നെ അതാ പൊരിയായിട്ട് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സമൂസ ഒക്കെ കാര്യങ്ങളൊക്കെ കഴിച്ച് നോമ്പൊക്കെ തുറന്ന് ഇക്കതാ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുക്കാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ അൽഹംദുലില്ലാ നോമ്പൊക്കെ തുറന്നു. അപ്പം അതാ രാത്രി ആയപ്പം കുറച്ച് ജീരകക്കഞ്ഞി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തറാവിയൊക്കെ കഴിഞ്ഞ് ഇക്കയൊക്കെ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കുറിയരി അടുപ്പത്തിട്ടിട്ട് അതിലേക്ക് തേങ്ങയും ജീരകവും ചെറിയുള്ളിയൊക്കെ അരച്ച് ചേർത്തിട്ട് നല്ല നേർപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ക്ഷീണത്തിനും കാര്യമൊക്കെ നല്ലതാണ് കേട്ടോ ഈ കഞ്ഞി കുടിക്കുന്നത്. ഇത് ഞങ്ങളിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ നിസ്കാരവും കാര്യങ്ങളും തറാവി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിലെടുത്ത ചെറിയ ചെറിയ ക്ലിപ്പാണ് കേട്ടോ. അധികം വീഡിയോ എടുക്കാനൊന്നും കഴിയൂല. അപ്പം അതാ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.